ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മൊഞ്ചുള്ള കുറച്ചധികം പർദ്ദകളുടെ വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ വെച്ചാൽ കുറച്ചധികം കളർ പർദ്ദകൾ കാണിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും തന്നെ ബ്ലാക്ക് കളറിൽ ചെയ്തതും കാണിക്കുന്നുണ്ട്. ഇന്നത്തെ കളർ പർദ്ദയിലൊക്കെയും വർക്ക് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലാട്ടോ. ഈ ഒരു നെക്കാട്ടോ ഇറാനി നെക്ക് പറയണത്. ഇറാനി നെക്ക് ഇതിപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ടാണ് വേണ്ടിച്ചെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നതാണ്. ഭംഗിയുള്ളൊരു വർക്ക് തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ബേക്കിൽ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. ഫ്രണ്ടിൽ മാത്രമാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇറാനി നെക്ക് വേണ്ടാത്തവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വി നെക്കോ റൗണ്ട് നെക്കോ സ്ക്വയർ നെക്കോ ഏത് വേണിച്ചാലും ചെയ്തുതരും കേട്ടോ. അത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതിയാവും. ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് നോർമൽ സ്ലീവാണ്. ഇനി ഇതിനേക്കാളും വലിയ സ്ലീവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തുതരും കേട്ടോ. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് ഏത് സൈസിലാണ് വേണ്ടത്, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണോ ക്ലോസ്ഡ് ആയിട്ടാണോ എന്നുള്ളതൊക്കെ പറയുള്ളൂ. അടുത്ത വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. നല്ല ഭംഗിയുള്ളൊരു തിക്കായിട്ടുള്ള വർക്ക് തന്നെ 2 സ്ലീവിലായിട്ടും വന്നിട്ടുണ്ട്. അത്യാവശ്യം ബെല്ലായിട്ട് കിടക്കണ സ്ലീവാണ്. എനിക്ക് ഇത്രയും ബെൽ സ്ലീവ് വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബെൽ സ്ലീവിൻ്റെ, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പർദ്ദൻ്റെ ബെൽ റൗണ്ട് നിങ്ങൾ അളന്നിട്ട് ഇട്ട് തന്നാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് വെച്ചാൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതാണോ ഇഷ്ടമായിട്ടുള്ള പർദ്ദ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് തെറ്റാണ്ട് വെക്കാനായിട്ട് നോക്കുക. ഇത് 2 തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സാധനം നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തില്ല. അതാണ് ഏത് പർദ്ദ അയച്ചാലും പോസ്റ്റ് വഴി, കേരളത്തിൽ എവിടെ അയച്ചാലും പോസ്റ്റ് വഴി നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ മൊഞ്ചുള്ള പർദ്ദ തന്നെയാണ് എല്ലാതും കൊടുത്തിട്ടുള്ളത്. വായിക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജ് അയക്കൊണ്ടു. മെസ്സേജിന് റിപ്ലൈ ഇല്ല വെച്ചെങ്കിൽ ഫോൺ ചെയ്യുക. അതുപോലെ തന്നെ ബ്ലാക്ക് വർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തു തരും. ഇനി നിങ്ങൾക്ക് ബ്ലാക്കിൽ ഈ ഒരു സെയിം വർക്കാണ് വേണ്ടി വെച്ചെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നതാണ്. നിത, സൂം, CY, റുക്സാർ, അതുപോലെ തന്നെ ജോർജറ്റിൽ ഒക്കെ കളേഴ്സ് അവൈലബിൾ ആണ്. ഓർഡർ ചെയ്യണ സമയത്ത് ഞാൻ കളർ ചാർട്ട് അയച്ചു തരും കേട്ടോ. അതിൽ നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു പർദ്ദ തന്നെയാണ്. ഇതിൻ്റെതും ഇറാനി നെക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, വി നെക്ക് വേണിച്ചാൽ അങ്ങനെയല്ല, സ്ക്വയർ നെക്കാണോ അല്ലെങ്കിൽ റൗണ്ട് നെക്കാണോ ഏതാണോ നെക്ക് വേണ്ടിച്ചാൽ, ചൈനീസ് നെക്കോ കോളർ നെക്കോ ഏത് നെക്ക് വേണിച്ചാലും ചെയ്തു തരും കേട്ടോ. ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പറയാട്ടോ വേണ്ടിയത്. അപ്പോൾ മൊഞ്ചുള്ള പർദ്ദ തന്നെയാണ് ഇന്ന് കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെയും. കളറിൽ വേണിച്ചാൽ കളറിൽ, ബ്ലാക്കിലാണ് വേണ്ടിച്ചെങ്കിൽ ബ്ലാക്കിൽ ചെയ്ത് തരുന്നതാണ്. സ്ലീവ് അളന്നിട്ട് നിങ്ങൾ കറക്റ്റ് പറയണം കേട്ടോ. ഇത്രയും വെല്ലായിട്ട് വേണ്ടാന്നാണെങ്കിൽ സ്ലീവ് റൗണ്ട്, അതായത് സ്ലീവിൻ്റെ ചുറ്റളവ് എത്ര വേണമെന്നുള്ളത് ഓർഡർ ചെയ്യണ സമയത്ത് പറയണം കേട്ടോ. അപ്പോൾ ബേക്കിലായിട്ട് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് വെച്ചാൽ നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണേ. എൻ്റെ ഒരു ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാട്ടോ. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. കേരളത്തിൽ എവിടെ അയച്ചാലും നിങ്ങൾക്ക് പർദ്ദ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഡെലിവറി ഉണ്ട്. ഫ്രീ ഹോം ഡെലിവറി, കേരളത്തിൽ മുഴുവൻ ഫ്രീ ഹോം ഡെലിവറി ആണ്. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പർദ്ദ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. പോസ്റ്റ് ഓഫീസിലെത്തും, പോസ്റ്റുമേ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരാണ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കൊറിയർ ആയിട്ടാണ്, അതായത് അർജൻറ്റ് ഓർഡറൊക്കെ ഞാൻ DTDC ആട്ടോ അയക്കാൻ. പെട്ടെന്ന് കിട്ടണം എന്നുള്ളതൊക്കെ DTDC അയക്കുക. അത് എത്തുക കൊറിയർ ഓഫീസിലേക്കാണ്. കൊറിയർ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ, അവർ ഫോൺ ചെയ്യണ സമയത്ത്. അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ ചെയ്യണ സമയത്ത് നിങ്ങൾ ആരാണോ വിളിക്കുന്നത് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എവിടെയാണ് ഓഫീസ് വരുന്നത്, ഏത് സ്ഥലത്താണെന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്കറിയാമല്ലോ, ഞാനിവിടെ കണ്ണൂർ ജില്ലയാണല്ലോ. കണ്ണൂർ ജില്ലയിൽ തന്നെ എല്ലാ കൊറിയർ ഓഫീസും എനിക്ക് അറിയണമെന്നില്ല. നമ്മളൊരു സാധനം അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീടിനടുത്തുള്ള കൊറിയർ ഓഫീസിലല്ലേ എത്തുക. അപ്പോൾ അതെവിടെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക വേണ്ടത്. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണ സമയത്ത് എനിക്കത് പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ്. DTDCനെ പറ്റി വലിയ അറിവില്ലാത്തവരും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് DTDC വീടിനടുത്തുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നിങ്ങൾക്ക് നിയർ DTDC ഓഫീസ് എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള DTDC ഓഫീസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരും. അതിൽ തന്നെ ഫോൺ നമ്പറും ഉണ്ടാവും കേട്ടോ. പിന്നെ DTDC അയച്ച സാധനം നിങ്ങൾ പോയി വാങ്ങിച്ചിട്ടില്ല എന്നാണെങ്കിൽ ചിലപ്പോൾ അത് റിട്ടേൺ വരും. എനിക്ക് തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സാധനം വന്നു കഴിഞ്ഞാൽ അവർ വിളിക്കണ സമയത്ത് തന്നെ പോയിട്ട് എടുക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലും കാരണത്താൽ പോകാൻ പറ്റായിക വെച്ചാൽ അവർ വിളിക്കണ സമയത്ത് ഇന്ന കാര്യങ്ങളുണ്ട്, ഞാൻ നാളെ വന്ന് എടുത്തോളാം, അതവിടെ വെക്കണേ എന്നുള്ളത് പറയുള്ളൂ. അപ്പോൾ അതവർ അവിടെ തന്നെ വെച്ചോളും. പിന്നെ ഓർഡർ ചെയ്യണ സമയത്ത് കറക്റ്റ് സൈസ് തരാനായിട്ട് നോക്കുക. 58 സൈസിലൊക്കെ നല്ല തടിയുള്ളവരുണ്ട്, നേരെ മറിച്ച് 58 സൈസിൽ മെലിഞ്ഞവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യണ സമയത്ത് നമ്മൾ കസ്റ്റമറിനെ കാണുന്നില്ലല്ലോ, തടിയുണ്ടോ മെലിഞ്ഞിട്ടാണോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറയണം കേട്ടോ.
ഒരുപാട് ഓർഡറാണ്. എനിക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 14 ജില്ലയിലത്തെയും ഓർഡർ എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഞാനിപ്പം എന്താ പറയുക, എനിക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു പർദ്ദനെ പറ്റി കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളെ കമൻസ് കണ്ടാലല്ലേ അടുത്തൊരാൾക്ക് വാങ്ങിക്കാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജ് അയക്കുക കേട്ടോ. മെസ്സേജിന് റിപ്ലൈ ഇല്ലാച്ചെങ്കിൽ ഫോണും ചെയ്യണേ. രാവിലത്തെ 11 മണി മുതൽ വൈകിട്ടത്തെ 5 മണി വരെ ഫോൺ ചെയ്യാം കേട്ടോ. ഒരുപാട് മെസ്സേജ് ആയിരിക്കും, അതുകൊണ്ടാണ് ഫോൺ ചെയ്യാൻ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.